നമസ്കാരം. ബംഗാളിലും ത്രിപുരയിലും സംഭവിച്ചത് കേരളത്തിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ CPM എന്ന പാർട്ടി യഥാർത്ഥ തിരുത്തൽ പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കണമെന്നും അതിന്റെ തുടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നായിരിക്കണം എന്നും CPMന്റെ അണികൾ പോലും പറഞ്ഞു തുടങ്ങിയിരിക്കുന്ന കാലമാണ്. ക്യാപ്സൂളുകളുമായി ഇറങ്ങിയിരുന്ന സൈബർ കമ്മികളുടെ എണ്ണം ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ നന്നേ കുറഞ്ഞു എന്ന കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അണികൾ ചോരയും നീരും നൽകി കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെയും ഭരണത്തിന്റെയും തലപ്പത്തിരിക്കുന്നവർ ചീഞ്ഞു നാറുന്ന ഒരു കാഴ്ചയാണ് ഏതാനും നാളുകളായി കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തലനാരിഴകീറി പരാജയ കാരണങ്ങൾ പരിശോധിക്കും എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പോലും ഈ യോഗങ്ങൾക്കൊക്കെ ശേഷം പതിവ് പല്ലവി തന്നെയാണ് CPMന്റെ കേന്ദ്രങ്ങളിൽ നിന്നും കേൾക്കാൻ സാധിച്ചത്. പതിവ് പോലെ കേന്ദ്രത്തെ കുറ്റം പറയുന്നു, ചില സംഘടനകളെ കുറ്റം പറയുന്നു, തങ്ങളുടെ ഭാഗത്ത് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്ന് ഇപ്പോഴും ആത്മവിശ്വാസത്തോടു കൂടി ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. തോൽവിയുടെ യഥാർത്ഥ കാരണക്കാരനായ മുഖ്യമന്ത്രിയുടെ ധിക്കാരം, അഴിമതി, ആർഭാടം, വിദേശയാത്രകൾ, ജനങ്ങളോടുള്ള പുച്ഛം തുടങ്ങി ഒരു കാരണങ്ങളും ഈ ചർച്ചയിൽ ഇടം പിടിക്കാതിരിക്കാൻ പാർട്ടി സെക്രട്ടറി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. പാർട്ടി കേന്ദ്രങ്ങളിൽ നടക്കുന്ന ബോംബ് നിർമ്മാണവും ബോംബ് സ്ഫോടനങ്ങളും ഒന്നും ഇപ്പോഴും പാർട്ടി മാത്രം അറിഞ്ഞിട്ടുമില്ല. മാത്രമല്ല, SFI ഗുണ്ടകളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥ് അടക്കമുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുടെ നിലവിളി കേൾക്കാൻ ഇപ്പോഴും പാർട്ടിക്ക് സാധിച്ചിട്ടുമില്ല. പ്രതിപക്ഷത്തിന്റെ ഈ വിമർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പാർട്ടി കോട്ടകളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നു തുടങ്ങിയിരിക്കുന്നത്. അതിന്റെ ആദ്യ സൂചന പാർട്ടിയുടെ ഉരുക്കുകോട്ടയായ കൊല്ലത്ത് നിന്ന് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നും മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണമെന്നുമാണ് CPMന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിലെ ആവശ്യമായി ഉയർന്നു വന്നത്. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടേമിൽ മന്ത്രിയാക്കേണ്ട എന്ന് തീരുമാനിച്ചതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ രഹസ്യ അജണ്ട ഉണ്ടായിരുന്നു എന്ന ആരോപണം കൂടി ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. 2 തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനവും നിഗൂഢമാണ് എന്ന് അവർ തന്നെ പറയുന്നു. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആരുമില്ലേ എന്ന് ചോദിച്ച അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റിക്ക് പോലും സംസ്ഥാന പാർട്ടിയിലും ഭരണത്തിലും നിയന്ത്രണമില്ല എന്നുകൂടി തുറന്നടിച്ചിട്ടുണ്ട്. പാർട്ടിയും സംസ്ഥാന ഭരണവും ഒക്കെ കണ്ണൂർ ലോബി പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് തെക്കൻ കേരളത്തിലുള്ള പാർട്ടി നേതാക്കൾ പറയുന്നത്. മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരും എല്ലാം കണ്ണൂരിൽ നിന്നുള്ള ആളുകളാണ്. തുടർ ഭരണം കിട്ടിയതോടുകൂടി മുഖ്യമന്ത്രിയുടെ മുഖം അത് അഹങ്കാരത്തിൻ്റെതായി മാറിയിട്ടുമുണ്ട്. മൈക്ക് ഓപ്പറേറ്റർമാരോട് മാത്രമല്ല, ചടങ്ങിലെ അവതാരികയോട് പോലും തട്ടിക്കയറുന്ന മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായ ഒരു ശൈലി അത് കേരളം മുഴുവൻ കണ്ടതാണ്, ചർച്ച ചെയ്തതാണ്, സൈബർ ഇടങ്ങളിൽ വ്യാപകമായി വിമർശിക്കപ്പെട്ടതുമാണ്. ഇടതുപക്ഷ സഹയാത്രികനായ ഗീവർഗീസ് മാർ കുർലോസ് ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ അത് താങ്ങാൻ പോലും മുഖ്യമന്ത്രിക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ തന്നെ അങ്ങേയറ്റം ധിക്കാരവും അഹങ്കാരവും നിറഞ്ഞ ഭാഷയിലായിരുന്നു മുഖ്യമന്ത്രി പ്രതികരിച്ചത്. വിവരദോഷി എന്ന ചാപ്പയാണ് ഒടുവിൽ ആ പുരോഹിതന് മുഖ്യമന്ത്രി ചാർത്തിക്കൊടുത്തത്. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലെ കഴിവുള്ള മന്ത്രിമാരൊന്നും തന്നെ ഇപ്പോഴത്തെ സർക്കാരിൽ ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടി അവിടെ ഉയർന്നു വന്നിരുന്നു. മുഖ്യമന്ത്രി മാത്രം തുടർന്നപ്പോൾ ധനവകുപ്പിൽ TM തോമസ് ഐസക്കിനെ എങ്കിലും നിലനിർത്തണമായിരുന്നു എന്നും അവർ പറയുന്നു. മാത്രമല്ല, R ബിന്ദുവിന്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നു എന്നുകൂടി കൊല്ലം ജില്ലാ കമ്മിറ്റി വിമർശിക്കുന്നുണ്ട്. ലോക്നാഥ് ബെഹ്റയെ പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നതിന് പിന്നിൽ ആരുടെ താല്പര്യമാണ് എന്ന ചോദ്യം പോലും അവിടെ ഉയർന്നിട്ടുമുണ്ട്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, അതിനോടൊപ്പം തന്നെ EP ജയരാജൻ തുടങ്ങിയവർക്കെതിരെയും രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നിരുന്നു. ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷണത്തോടു കൂടിയാണ്, എന്ന പരിഹാസത്തോടു കൂടിയാണ് പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി മറുപടി പ്രസംഗം ആരംഭിച്ചത്. അടി മുതൽ മുടി വരെ തിരുത്തൽ പ്രക്രിയയ്ക്ക് വിധേയമാക്കും എന്നുകൂടി നിലവിൽ ഈ MA ബേബി പറയുന്നുണ്ട്. പക്ഷെ പിണറായി വിജയൻ തിരുത്തരുത് എന്ന് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസും BJPയും ആവർത്തിക്കുന്നതും അവർ ആഗ്രഹിക്കുന്നതും. കാരണം ഈ ശൈലി തന്നെ തുടർന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെ ജോലി വളരെ എളുപ്പമായി കിട്ടും. ബംഗാളിനും ത്രിപുരയ്ക്കും തൊട്ടു പിന്നാലെ കേരളത്തിലും ഈ പാർട്ടി ഒരു തരി കനലായി മാത്രം അവശേഷിക്കുന്ന കാലം വിദൂരമല്ല. അതിന് അവിടുത്തെ പോലെ ഒരു മമതയുടെ ആവശ്യം പോലും കേരളത്തിൽ ഉണ്ടായേക്കില്ല. കാരണം കാരണഭൂതത്തിന്റെ സ്തുതിപാഠകരല്ലാത്ത കമ്മ്യൂണിസ്റ്റുകൾ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്നത് തന്നെ.